കളക്ടറേറ്റിൽ ഇന്ന് നടക്കാൻ പോകുന്ന യോഗം ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ്, അവലോകന യോഗമാണ്, റിവ്യൂ മീറ്റിംഗ് ആണ്. റിവ്യൂ മീറ്റിംഗിൽ പ്രധാനമന്ത്രിക്ക് നമ്മൾ നിവേദനം നൽകാൻ പോകുന്നു. നിവേദനം മാത്രമല്ല, കാര്യങ്ങൾ കൃത്യമായി ഒന്നുകൂടി ശാസ്ത്രീയമായി ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നു. അതുകൊണ്ട് ഈ പറയുന്ന ഇന്നത്തെ യോഗം നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ പ്രതീക്ഷകൾക്ക് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണെന്ന് കൃത്യമായി പറയാം. സെന്റ് ജോസഫ് ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോവുകയാണ്. അവിടെ വീട് നഷ്ടപ്പെട്ട സുധാകരൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒട്ടുമിക്ക എല്ലാ മനുഷ്യന്മാർക്കും കിടപ്പാടമടക്കം ഉറ്റവരടക്കം നഷ്ടപ്പെട്ടവരാണ്. ഒരുപക്ഷെ സമയപരിമിതി കൊണ്ടാകും 5 പേരോടാണ് പ്രധാനമന്ത്രി സെന്റ് ജോസഫ് ക്യാമ്പിൽ സംസാരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് പോവുക. അവിടെ അവന്തികയെ അടക്കം, അരുണിനെ അടക്കം, അനിലിനെ അടക്കം, നട്ടലിന് വലിയ പരിക്കേറ്റ അല്ലെങ്കിൽ പഴുപ്പ് കയറുന്ന എന്നുള്ള വലിയ ആരോഗ്യാവസ്ഥയിലൊക്കെയുള്ള അനിൽ എന്ന അടക്കം ആൾക്കാരെ കാണാൻ പോകുന്നു. അവരുടെ ചികിത്സയെപ്പറ്റി ചോദിച്ചറിയാൻ പോകുന്നു. അതിനുശേഷമാണ് അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രിയുടെ ട്വിറ്ററിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവിടെ ഈ സന്ദർശനത്തെ പറ്റിയുള്ള വിവരങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ തന്നെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണ്, അല്ലെങ്കിൽ എത്രത്തോളം വലിയ ദേശീയ ദുരന്തമാണ് എന്ന് പ്രധാനമന്ത്രിക്ക് ഈ സമയങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാവുകയാണ്. അത് ഉറപ്പായും ദേശീയ പ്രാധാന്യമുണ്ട് എന്ന് പറയാൻ കാരണം അന്തർദേശീയ മാധ്യമങ്ങളുടെ അടക്കം വലിയ തലക്കെട്ടായിരുന്നു ഈ ചൂരൽമല, ഈ മുണ്ടക്കൈ അല്ലെങ്കിൽ ചൂരൽമല ഉരുൾപൊട്ടൽ. അത് രാജ്യത്തെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായതിൻ്റെ മരണം ഒക്കെ വെച്ചിട്ട് ഉറപ്പായും പറയാം. ദുരന്ത മേഖലയിൽ പ്രധാനമന്ത്രി നേരിട്ട് കണ്ടു. ബെയിലി പാലത്തിൽ പോയി. ബെയിലി പാലത്തിൽ അതിൻ്റെ മുൻ ഭൂപടവും ഇപ്പോഴത്തെ ഭൂപടവും വെച്ച് കാര്യങ്ങൾ കൃത്യമായി തന്നെ സൈനികർ പ്രധാനമന്ത്രി ധരിപ്പിച്ചു. എസ് വിജയകുമാർ തുടരുന്നു. വിജയകുമാർ, ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയാണ്. പ്രധാനമന്ത്രി ദുരന്തഭൂമിയിൽ നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ കാണുന്നു, കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അതിനുശേഷം ക്യാമ്പിൽ പോകുന്നു, അവരെ കേൾക്കുന്നു. അതിനുശേഷം ആശുപത്രിയിൽ പോകുന്നു. കാര്യങ്ങളൊക്കെ നേരനുഭവത്തിലാണ് അവലോകന യോഗത്തിലേക്ക്, ഏറ്റവും ക്രൂഷ്യൽ അവലോകന യോഗത്തിലേക്ക് പ്രധാനമന്ത്രി പോകുന്നത്. നമ്മുടെ പ്രതീക്ഷകൾക്ക് ഈ സന്ദർശനം നൽകുന്ന ആത്മവിശ്വാസം ചെറുതയല്ല. ഹാഷ്മി, ഉറപ്പായി ഇപ്പോൾ ചൂരൽമലയിൽ പ്രധാനമന്ത്രി കൂടുതൽ സമയം ചെലവഴിച്ചു. നേരത്തെ തീരുമാനിച്ചതിനേക്കാൾ കൂടുതൽ സമയം ചൂരൽമലയിൽ ചെലവഴിച്ചു. മേപ്പാടി നേരത്തെ സ്കൂളിലേക്ക് പോയി, സ്കൂളിൻ്റെ പരിസരത്തെത്തി. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും കുറേ മുന്നോട്ട് നടന്നു. ജനവാസ മേഖലകൾ ആകെ ഉരുളെടുത്തതിൻ്റെ മുഴുവൻ കാഴ്ചകളും പ്രധാനമന്ത്രി നേരിട്ട് കണ്ടു. അതിനുശേഷം വീണ്ടും ബെയിലി പാലത്തിലേക്ക് വരുന്നു. പാലത്തിലൂടെ യാത്ര ചെയ്യുന്നു. കുറച്ച് അവിടെ ദൗത്യത്തിന് നേതൃത്വം നൽകിയവരുമായും അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. പ്രധാനമന്ത്രി അത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നു. അങ്ങനെ ഈ മേഖലയിൽ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ മുഴുവൻ വിവരങ്ങളും പ്രധാനമന്ത്രിക്ക് ഈ ചൂരൽമലയിൽ വന്നതോടുകൂടി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. അപ്പോൾ കേരളം പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഒരു കേന്ദ്ര സഹായം അവിടെ ഉണ്ടാകും, ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നുണ്ടാകുമോ അതോ പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയ ശേഷമാണോ നടത്തുക എന്നറിയില്ല. എന്തായാലും പ്രധാനമന്ത്രി കേരളത്തെ ഈ ഘട്ടത്തിൽ എന്താണോ കേരളത്തിന് അർഹതപ്പെട്ടത് അതിൽ ലഭ്യമാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിതീവ്ര ദുരന്തത്തിൻ്റെ പട്ടികയിലേക്ക് ഈ ഉരുൾപൊട്ടലിനെ പരിഗണിക്കേണ്ടതിൻ്റെ സാഹചര്യം എത്രത്തോളം ഉണ്ട് എന്ന് പ്രധാനമന്ത്രിക്ക് ഒരുപക്ഷെ ഈ ചൂരൽമലയിലെ ഇപ്പോൾ കാൽനടയെ അദ്ദേഹം കുറച്ച് മുന്നോട്ട് പോയി വെള്ളാർമല സ്കൂളിൻ്റെ പരിസരത്തു കൂടിയൊക്കെ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളാർമല സ്കൂൾ റോഡിൻ്റെ ഇരുവശത്തും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജനവാസ മേഖലയായിരുന്നു. അത് പൂർണ്ണമായും ഏതാണ്ട് മൺകൂമ്പാരമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ ഇനിയൊന്നും ബാക്കിയില്ല എന്ന് വേണം പറയാൻ. ആ ഭൂമിയിലൂടെയാണ് പ്രധാനമന്ത്രി യാത്ര ചെയ്ത്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം ക്യാമ്പിലേക്ക് പോകുന്നതിൻ്റെയാണ്. ക്യാമ്പിലേക്കാണ് അദ്ദേഹം ചൂരൽമലയിൽ നിന്ന് നേരെ പോകുന്നത്, ക്യാമ്പിലേക്കാണ്. മുണ്ടക്കൈ തുടങ്ങിയ മേഖലയിലേക്ക് അദ്ദേഹം റോഡ് മാർഗം പോയില്ല. അത്തരമൊരു സാധ്യത നേരത്തെ തേടിയിരുന്നെങ്കിലും അത് നല്ലതല്ല ഈ ഘട്ടത്തിൽ എന്ന ഉപദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ യാത്ര ഒഴിവാക്കി. ആ ക്യാമ്പിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. റോഡിൻ്റെ ഒരു ഭാഗത്ത് ആളുകൾ ധാരാളമായി കൂടി നിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രി അവരെ അഭിവാദ്യം ചെയ്ത് കടന്നു പോവുകയാണ്. ക്യാമ്പിലേക്കാണ് കടന്നു പോകുന്നത്. ക്യാമ്പിൽ നമുക്കറിയാം ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടവരുമായി പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്. അരുണിനെയൊക്കെ അദ്ദേഹം നേരിട്ട് കാണുന്നുണ്ട്. അദ്ദേഹം ഏതാണ്ട് മണിക്കൂറുകളോളം വലിയ ചെളിയിൽ കുടുങ്ങി രക്ഷാപ്രവർത്തകരെത്തി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തിന് കാര്യമായ പരിക്കുണ്ട്, അവന്തികയുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. അവരെയൊക്കെ പ്രധാനമന്ത്രി നേരിട്ട് കാണുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും ക്യാമ്പിൽ നിന്നും. ശ്രീജിത്ത്, ഇപ്പോൾ ചൂരൽമലയിൽ പ്രധാനമന്ത്രി കൂടുതൽ സമയം, നമ്മൾ കരുതിയതിനേക്കാൾ, നേരത്തെ തീരുമാനിച്ചതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ച് ആ പ്രദേശത്തു കൂടി കുറേ നടന്ന് ഈ വീടുകൾ തകർന്നതിൻ്റെയും ഈ ഉരുൾ പൊട്ടി വന്ന വളരെ ദൂരെയുള്ള ആ കുന്നിൻ്റെ വിശദാംശങ്ങളൊക്കെ തേടി മാപ്പ് വരച്ച്
ഈ ആർമി ഉദ്യോഗസ്ഥരൊക്കെ അത് കാണിക്കുകയും ഒക്കെ ചെയ്തു. ബെയിലി പാലത്തിലൂടെ ഒക്കെ പോയി. അപ്പോൾ ഈ ക്യാമ്പിലും കൂടുതൽ സമയം അദ്ദേഹം ചെലവഴിച്ചേക്കും. അവിടെ ഉള്ളവർക്കാണല്ലോ ആ രാത്രിയിൽ എന്ത് നടന്നുവെന്ന് പ്രധാനമന്ത്രിയോട് പറയാൻ പറ്റുക, അല്ലേ? തീർച്ചയായും അവിടെയുള്ളവർക്ക് അവരുടെ നേരിട്ടുള്ള അനുഭവം പ്രധാനമന്ത്രിയോട് പറയാം. ADGP MR അജിത് കുമാറും കളക്ടർ മേഘശ്രീയും അടക്കമുള്ള ആളുകൾ അത് കൃത്യമായ രീതിയിൽ പരിഭാഷപ്പെടുത്തി കൊടുക്കും. അത് തന്നെയാണ് ചൂരൽമലയിലും നമ്മൾ കണ്ടത്. വെള്ളാർമല സ്കൂളിന്റെ പരിസരത്തേക്ക് പോകുമ്പോൾ ADGP MR അജിത് കുമാർ കൃത്യമായി PM-നോട്, പ്രധാനമന്ത്രിയോട് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുന്നതാണ് കണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 5 പേർ എന്ന ഒരു കണക്ക് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയുടെ ടൈം ഷെഡ്യൂൾ അവിടെ എത്തുമ്പോൾ മാറുന്നുണ്ട്. നേരത്തെ ചൂരൽമലയിൽ എത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ 10 മിനിറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതൊക്കെ കടന്ന് ഏതാണ്ട് കൃത്യം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരം ആ മേഖലയിൽ പൂർണ്ണമായി ചെലവഴിച്ച് നമുക്കൊപ്പം നിന്ന ബേലിപ്പാലം നിർമ്മിച്ച ആ സൈനികരെയൊക്കെ ആ ബേലിപ്പാലത്തിന് സമീപം എത്തി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അഭിനന്ദിച്ച ശേഷമാണ് കൃത്യമായ രീതിയിൽ പ്രധാനമന്ത്രി അവിടെ നിന്ന് പോന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ സുധാകരൻ ഉൾപ്പെടെ 5 പേരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിൽ കാണും. ഇവർ 5 പേരും പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ടവരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ അതൊരു 8 പേർ എന്നൊരു കണക്കുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും കണ്ട് സംസാരിക്കാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ അവരുടെ പ്രതിനിധികളായി 1-2 പേരോട് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാൻ അവസരം നൽകുക എന്നതായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തെല്ലാം നഷ്ടപ്പെട്ടു, ആരെല്ലാം നഷ്ടപ്പെട്ടു എന്നതൊക്കെ പ്രധാനമന്ത്രി ചോദിച്ചറിയാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ വെള്ളാർമല സ്കൂളിൽ മരിച്ച കുട്ടികളുടെ കണക്ക് പ്രധാനമന്ത്രി ചോദിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ പരുക്കേറ്റ കുട്ടികളുടെ കണക്ക് പ്രധാനമന്ത്രി ചോദിച്ചു എന്നാണ് കണക്കാക്കുന്നത്. കാരണം പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഇപ്പോൾ അകത്തേക്ക്, സെന്റ് ജോസഫ് സ്കൂളിനകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ആ പ്രദേശത്തേക്ക് കയറി പോകുന്നതിൽ കൃത്യമായ രീതിയിൽ വിലക്കുണ്ട്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് സമയം മാത്രം ഇവിടെ ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതല്ല, അതിനേക്കാൾ കൂടുതൽ സമയം ഉണ്ടാകും ഒരുപക്ഷെ. കാരണം ഈ ദുരന്ത ബാധിതരുടെ മുഖം കണ്ട് അല്ലെങ്കിൽ അവരുടെ വിഷമവും കണ്ട് ഒരുപക്ഷെ പ്രധാനമന്ത്രിയെ കാണുന്ന സമയത്ത് ഇതുവരെ കരയാത്ത ആളുകൾ പോലും ഒന്ന് പൊട്ടിക്കരയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ആ രാത്രി അവർ അനുഭവിച്ചത് വിജയകുമാറിന് അറിയാം. നമ്മളോട് വിശദീകരിച്ചു തന്ന ആളുകൾ ഒരു ബൈറ്റ് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രതികരണം തന്ന് ഏറ്റവും അവസാനമാണ് അവർ ആ പൊട്ടിക്കരച്ചിലേക്ക് എത്തുന്നത്. അപ്പോൾ പിന്നെ അവരെ ചേർത്ത് പിടിക്കുകയല്ലാതെ നമ്മളും തകർന്നു പോകും. അവരെ ചേർത്ത് പിടിക്കുക എന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്കടക്കമുണ്ടായിരുന്നത്. അതുപോലെ ഇത് നമ്മളോട് പറയുന്നതിനേക്കാൾ ഒന്നുകൂടി തീവ്രമായി വന്നു നിൽക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഈ രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായി അദ്ദേഹത്തിന് മുൻപിൽ അവർക്ക് അവരുടെ വേദന പറയാം, അവരുടെ കാര്യങ്ങൾ എല്ലാം പറയാം. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ രാജ്യത്തിന്റെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ അവരുടെ മുൻപിൽ, അദ്ദേഹത്തിന്റെ മുൻപിൽ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയാം. അതിന് അവരൊരു മടിയും കാണിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സുധാകരൻ അടക്കമുള്ള ആളുകളുമായി നമ്മൾ നേരത്തെ മുൻപ് സംസാരിച്ചിരുന്നു. അപ്പോഴൊക്കെ സുധാകരന്റെ ബൈറ്റിൽ പോലും ഭയങ്കര വൈകാരികമായിരുന്നു സുധാകരനൊക്കെ ആ ഒരു ബൈറ്റ് നമുക്ക് തന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടു, വീടും സ്വത്തുവകകളും ഒക്കെ നഷ്ടപ്പെട്ടു. ഇനി എവിടേക്ക് പോകണം എന്നതിനെ കുറിച്ച് യാതൊരു നിശ്ചയവും അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹത്തിന്റെ മുഴുവൻ രേഖകളും നഷ്ടപ്പെട്ടു. ബാങ്ക് അക്കൗണ്ട് രേഖകളടക്കം ഇനി തിരിച്ചു കിട്ടേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മുഴുവനായി ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടമായവർ, മൊത്തത്തിൽ ആകെപ്പാടെ വാനിഷ് ആവുക എന്നൊക്കെ പറയില്ലേ, എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയ മനുഷ്യർ അതിനുള്ളിൽ ഉണ്ട്. ഏതാണ്ട് 100-ൽ പരം ആളുകൾ ആ ക്യാമ്പിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇതാ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് തൊട്ടപ്പുറത്തെ ഒരു കയർ വടം കെട്ടി അവിടെ തിരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെയാണ് പോവുക ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ എത്തി കൃത്യമായ രീതിയിൽ ആളുകളെ കണ്ട് ഈ പരുക്കേറ്റവരെ കൂടി കാണും. എന്തായാലും അത് കൂടി കാണുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അരുണാണത് ആ ചെളിക്കൂമ്പാരത്തിൽ നിന്ന് കൃത്യമായ രീതിയിൽ രക്ഷപ്പെട്ട് കൊന്ന് തലയാട്ടി ആളുകളെ വിളിച്ചിരുന്നത് അരുണായിരുന്നു. പിന്നീടാണ് നമ്മുടെ കേരളത്തിന്റെ സേനയായ SOGയുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തക സംഘം അവിടെ എത്തി ആ ചെളിയിലൂടെ അരുണിനെ ഇങ്ങോട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അരുണിനോട് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിനിധി വിപിൻ സി വിജയൻ, ഞാൻ സൂചിപ്പിച്ചല്ലോ, വിപിൻ സി വിജയൻ സംസാരിക്കുമ്പോൾ അരുൺ പറഞ്ഞത് കാലിലും അതുപോലെ തന്നെ നട്ടലിലും അടക്കം പഴുപ്പാണ് ബാധിച്ചിരിക്കുന്നത്. അത് കുത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്ര കണ്ട് വേദന അനുഭവിക്കുന്നുണ്ട്. സംസാരിക്കുന്നു എന്ന് മാത്രമാണ് ഉള്ളൂ. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ അടക്കം കൃത്യമായി അതുപോലും കഴിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വേദന തിന്നുന്ന കുറെ മനുഷ്യരുണ്ട്. ഈ ഉരുൾപൊട്ടലിന്റെ ബാക്കി പത്രമായി അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കുറെ മനുഷ്യരുണ്ട്. അതിൽ 5 പേരുമായി സംസാരിക്കും, അല്ലെങ്കിൽ 4 പേരുമായി സംസാരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതിലൊരു ഒഡീഷ സ്വദേശിയുമുണ്ട്. അദ്ദേഹം ഇവിടെ പാഡിയിൽ കിടന്നിരുന്നതാണ്. അങ്ങനെ രക്ഷപ്പെട്ടു പോയതാണെന്ന് മനസ്സിലാക്കുന്നു. പ്ലാന്റേഷനിലെ ജീവനക്കാരനാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും
ഇത്തരത്തിലുള്ള മനുഷ്യരോട് പൂർണ്ണമായി സംസാരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അദ്ദേഹത്തിന് ആ മനുഷ്യരുടെ നേരെ മുഖം തിരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സ്കൂളിനകത്തേക്ക് കയറിപ്പോയിരിക്കുകയാണ്. അതിനുശേഷം അവരുമായി സംസാരിച്ച ശേഷം ഇതുവഴി തന്നെ പോകും. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെത്തി ആളുകളെ കാണും. ഇതുവഴി തന്നെ മടങ്ങി കളക്ടറേറ്റിലെത്തി അവലോകന യോഗം ചേരും. ആ യോഗത്തിൽ വെച്ച് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, വയനാടൻ ജനതയോടൊപ്പം അല്ലെങ്കിൽ കേരളത്തിനൊപ്പം നമ്മളുണ്ട്, ഇത് നിങ്ങളും ഞങ്ങളുമല്ല നമ്മളാണ് എന്ന് കൈചേർത്ത് പിടിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ നമ്മുടെ പ്രതിനിധികളോടോ അദ്ദേഹം പറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2000 കോടി രൂപ കേവലം മുണ്ടക്കയെയും പുഞ്ചിരിമട്ടത്തെയും അതുപോലെ തന്നെ ചൂരൽമലയെയും ഒക്കെ പറിച്ചു നടാൻ നമുക്ക് ആവശ്യമുണ്ട് എന്നൊരു പ്രാഥമിക കണക്കുണ്ട്. പക്ഷേ ഈ വിഷമം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ അദ്ദേഹം കണ്ടല്ലോ, വാന നിരീക്ഷണത്തിലൂടെ ഹെലികോപ്റ്ററിൽ നിന്ന് അദ്ദേഹം കണ്ടു. അതിനുശേഷം അദ്ദേഹം താഴെ ഇറങ്ങി കണ്ടു. അദ്ദേഹം വെള്ളാർമല സ്കൂളിലൂടെ നടന്നു, സ്കൂളിന്റെ മുറ്റത്തുകൂടെ നടന്നു. അത് മുറ്റമെന്ന് ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല, ആ പ്രദേശത്തുകൂടി നടന്നു. എല്ലാം അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായ രീതിയിൽ നമുക്കുള്ളൊരു കൈത്താങ്ങാണ്. ഇത് നിങ്ങളും ഞങ്ങളുമല്ല, നമ്മളാണ്, നമ്മൾ ഒരുമിച്ച് നേരിടും എന്ന് പറയുന്നതാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വരവിനെ നമ്മൾ കാണുന്നത്. കേരളം പ്രതീക്ഷിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന്. അദ്ദേഹത്തെ നേരിൽ കൊണ്ടുപോയി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് അർഹതയുണ്ട്, ഞങ്ങൾക്ക് അത് വേണം എന്ന് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. അത് തരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സെന്റ് ജോസഫ് സ്കൂളിലാണ് അദ്ദേഹം ആളുകളെ കണ്ടു തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽമലയിൽ നിന്ന് ഇപ്പോഴെത്തിയിരിക്കുന്നത് സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലാണ്. ക്യാമ്പിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി അവരെ കാണുന്നുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട്. നേരത്തെ 5 പേരുടെ പേര് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതിൽ കൂടുതൽ ആളുകളെ പ്രധാനമന്ത്രി കണ്ടേക്കും. ഈ ദുരന്ത ദിവസം രാത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്നത് നേരിൽ കണ്ട, അത് അനുഭവിച്ച ആളുകളാണ് അവിടെ ഉള്ളതിലധികവും. അവരുമായി പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകും. അവിടെ 25 പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ഒരു വാർഡാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. അതിനും ശേഷമാണ് കളക്ട്രേറ്റിലെ അവലോകന യോഗത്തിലേക്ക് പോകുന്നത്. ആ അവലോകന യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ ഈ പ്രതിസന്ധി സംബന്ധിച്ച് ഒരു നിവേദനം പ്രധാനമന്ത്രിക്ക് കൈമാറുന്നുണ്ട്. അവിടെ ഒരു പ്രസന്റേഷൻ ഉണ്ടായേക്കുമെന്ന് പറയുന്നു. ഈ ദുരന്തം സംബന്ധിച്ചത് ചീഫ് സെക്രട്ടറി ഒരിക്കൽ കൂടി കാര്യങ്ങൾ അവിടെ വെച്ച് വിശദീകരിച്ചേക്കും. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒറ്റക്കെട്ടായി വയനാടിന് കൂടുതൽ സഹായം വേണം, കേരളത്തിന് കൂടുതൽ സഹായം വേണമെന്ന ആവശ്യം സംസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവലോകന യോഗമാണ് ഇനി നടക്കാൻ പോകുന്നത്. അവലോകന യോഗത്തിന് ശേഷം എന്തെങ്കിലും ഒരു തീരുമാനം ഇന്ന് പ്രധാനമന്ത്രി അറിയിക്കുമോ, അതോ അദ്ദേഹം ഡൽഹിയിൽ മടങ്ങിയെത്തിയ ശേഷമായിരിക്കുമോ കൂടുതൽ പ്രഖ്യാപനങ്ങൾ എന്ന് വ്യക്തമല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളം ഇതിനോടകം കേന്ദ്രത്തിന് മുൻപാകെ ഒരു പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചൂരൽമല അടക്കമുള്ള മേഖലകളുടെ പുനരധിവാസം. അത് ആ മേഖലയിൽ ഇനി സാധ്യമല്ല. അവരെ വേറൊരു സ്ഥലത്തേക്ക് അവരെ മാറ്റി പാർപ്പിക്കണം. അതിനായി ഒരു ടൗൺഷിപ്പ് എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. ആ ടൗൺഷിപ്പിന് വേണ്ടുന്നത് എന്താണോ, അതിൽ കേന്ദ്രത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് സംബന്ധിച്ചാണ് കേരളം കേന്ദ്രത്തെ അറിയിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി നിർദ്ദേശമനുസരിച്ച് കേന്ദ്ര സംഘം ഈ മേഖലയിൽ എത്തിയിരുന്നു. ആഭ്യന്തര വകുപ്പിലെ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ എത്തിയത്. അവർ ഈ മേഖലയിലേക്ക് പോകുന്നതിന് മുൻപ് മന്ത്രിതല സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളം 2000 കോടിയുടെ ഒരു പാക്കേജാണ് പ്രാഥമികമായി അവരോട് ആവശ്യപ്പെട്ടതെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പിന്നീട് അറിയിക്കുകയും ചെയ്തു. അതുതന്നെ ആയിരിക്കുമോ സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വയ്ക്കാൻ പോകുന്നത്, അതോ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വലിയ പദ്ധതികൾ കൂടി നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പുതിയ നിവേദനമായിരിക്കുമോ എന്നറിയില്ല. എന്തായാലും കേരളം അടിയന്തരമായി കേന്ദ്രത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജനങ്ങളുടെ പുനരധിവാസം, ഈ നാടിൻ്റെ തിരിച്ചുവരവടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സഹായം കൂടിയേ തീരൂ എന്നതാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട്.